ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ തീരെ ഇഷ്ടമില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട്. നോക്കാം എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് വെറുപ്പുള്ളപ്പോൾ ഓള് കാണിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോ എന്താണെങ്കിലും ഒരുപാട് ആൺകുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്നൊരു കണ്ടൻറ്റ് തന്നെയാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഇതാ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ തീരെ ഇഷ്ടമില്ലെങ്കിൽ മാത്രം ഓള് കാണിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും ബിസി ആയിട്ടിരിക്കുക എന്നുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ ഒരു പെൺകുട്ടീനെ വിളിക്കുകയാണെങ്കിൽ ഓൾ അപ്പം പറയും, ഓ ഞാൻ ഇവിടെയൊന്നും ഇല്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്, ശരി എന്നും പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യും. ഇനി നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ആ ഒരു പെൺകുട്ടി ആ സമയം പറയും, ഓ ആ ഒരു സമയത്ത് ഞാനിവിടെ ഇല്ല, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് എപ്പോഴും ബിസി ആയിട്ട് നിങ്ങളുടെ മുൻപിൽ അഭിനയിക്കും. നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർക്കുക, ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവൾക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കോ കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും അല്ലെങ്കിൽ എപ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞാലും ഇതേപോലെ തന്നെ തിരക്ക്. ഇങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് ഈ ഒരു കാര്യം. പിന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് തിരക്കാണെങ്കിലും അല്ലെങ്കിൽ എത്ര പാടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് ചെന്ന് കാണുന്നവരായിരിക്കുമല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമതായിട്ട്, ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ അവൾ കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നോ റിപ്ലൈ ആയിരിക്കും. അതായത് ഒന്നോ രണ്ടോ തവണ നിങ്ങൾ മെസ്സേജ് അയച്ചു, ആ ഒരു ടൈമിൽ തിരിച്ച് അയച്ചില്ല എന്നല്ല, എപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഈ ഒരു പെൺകുട്ടി സീൻ പോലും ചെയ്യത്തില്ല. ഓൺലൈൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മെസ്സേജ് നോക്കുകയോ കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിപ്ലൈ അയക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അഥവാ ഇനി റിപ്ലൈ അയച്ചാൽ തന്നെയും ഓക്കെ ഇത് മാത്രമായിരിക്കും അയക്കത്തുള്ളൂ. അല്ലാതെ എന്തെടുക്കുകയാണ് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് തുടങ്ങി നിങ്ങളുടെ ഒരു കാര്യം ആ ഒരു പെൺകുട്ടി ചോദിക്കത്തേ ഇല്ല. പിന്നെ ചില വ്യക്തികളുണ്ട് അങ്ങനെ നേരിട്ട് കാണുമ്പോൾ മാത്രം സംസാരിക്കുന്നവർ, ഫോണിലൊന്നും അധികം സംസാരിക്കില്ലാത്ത ആളുകൾ. പക്ഷേ നേരിട്ട് കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴും ഒക്കെ തന്നെ ഈ ഒരു പെൺകുട്ടി ഈ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അതിനർത്ഥം ഈ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് തന്നെയാണ്. ഇപ്പം നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും, അല്ലെങ്കിലോ ഇപ്പം നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ മടിയാണെങ്കിൽ ഫോണിൽ കൂടെയെങ്കിലും ആ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. പക്ഷേ ഇവിടെ ഈ ഒരു പെൺകുട്ടി ഒന്നും ചോദിക്കുന്നുമില്ല, മിണ്ടുന്നുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവൾക്ക് നിങ്ങൾ ഇഷ്ടമില്ല എന്ന് തന്നെ. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ നിങ്ങൾ നേരെ കണ്ടാൽ നിങ്ങൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യും, സംസാരിക്കും. പക്ഷേ ഈ ഒരു പെൺകുട്ടിയോ നിങ്ങളെ കണ്ടിട്ടും കാണാത്തതുപോലെ അങ്ങോട്ട് പോകും. അതായത് നിങ്ങളെ കണ്ടിട്ടും കാണാത്തതുപോലെ ഈ ഒരു പെൺകുട്ടി അങ്ങോട്ട് അഭിനയിക്കും. ഒന്നോ രണ്ടോ തവണയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് അറിയാതെ സംഭവിച്ചതാണ് എന്നുള്ളത്. പക്ഷെ എപ്പോഴും ഇങ്ങനെ കാണിച്ചാലോ, അത് ആ ഒരു പെൺകുട്ടി മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളെ കണ്ടിട്ടും കാണാത്തതുപോലെ ഒന്നങ്ങോട്ട് പോകും. ഇപ്പം നിങ്ങളങ്ങോട്ട് സംസാരിക്കാൻ ചെന്നാലോ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഒന്നില്ലെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കും, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് അങ്ങോട്ട് പോകും. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി നിങ്ങളെ കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇഷ്ടമേ അല്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പോയി പുറകെ പോയിട്ട് ശല്യം ചെയ്യാതിരിക്കുക. കാരണം അവിടെ പോകുന്ന എപ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് തന്നെയാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഫോർത്ത് പോയിൻ്റായിട്ട് വരുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം 2 തവണയെങ്കിലും ചോദിച്ചാൽ മാത്രമായിരിക്കും ഈ ഒരു പെൺകുട്ടി ഒന്ന് മൂളുകയെങ്കിലും ചെയ്യത്തുള്ളൂ. ആദ്യമേയൊക്കെ നമുക്ക് വിചാരിക്കാം ഇത് നാണം കൊണ്ടാണ്, സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നാണം കൊണ്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടത്ത് പോലും ഇല്ല, പിന്നെയും പറഞ്ഞാൽ ഒന്ന് മൂളും, അല്ലെങ്കിൽ ഫോൺ എടുത്തിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമേ അല്ല എന്ന് തന്നെയാണ്. അപ്പോൾ അവരുടെ പുറകെ പോവാതിരിക്കുക. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ അവൾ കാണിക്കുന്ന ഏറ്റവും നല്ലൊരു സൈനാണ് ദേഷ്യം. അതായത് എപ്പോൾ നിങ്ങളെ കണ്ടാലും അങ്ങോട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കും.
ഫുള്ള് ദേഷ്യത്തിലായിരിക്കും. നിങ്ങളങ്ങോട്ട് ചോദിച്ചാലും ദേഷ്യത്തിലായിരിക്കും പറയുക, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചാലും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അങ്ങനെ ഫുള്ള് ഒരു ദേഷ്യം മൂഡായിരിക്കും ആ ഒരു പെൺകുട്ടിക്ക് എപ്പോഴും. അതേപോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ഡേറ്റ്സ്, അതായത് ഇപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അറിയാം നിങ്ങളുടെ ബർത്ത്ഡേ ഇന്നാണ് എന്ന്. ബാക്കി എല്ലാവരും വിഷ് ചെയ്താൽ പോലും ഈ ഒരു പെൺകുട്ടി നിങ്ങളെ വിഷ് പോലും ചെയ്യത്തില്ല. ഫുള്ള് ദേഷ്യമായിരിക്കും. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി കാണിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് താല്പര്യമേ ഇല്ല എന്നതാണ്. പിന്നെ താല്പര്യമില്ലാത്ത ഒരാളുടെ പുറകെ നടന്നിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. അതേപോലെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്നത് നമ്മുടെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ആലോചിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഡെസിഷൻ നിങ്ങൾക്ക് തന്നെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.